എല്ലാവർക്കും കേക്ക് റൈഡേഴ്സിൻ്റെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു കോളിഫ്ലവർ ബജിയാണ്. അപ്പോൾ അതിന് മുമ്പായിട്ട് നിങ്ങൾ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്ത് കാണുന്ന ബെല്ലിലേക്ക് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് കോളിഫ്ലവർ ബജി ഉണ്ടാക്കാൻ തുടങ്ങാം. ആദ്യമായിട്ട് നമ്മളിവിടെ കോളിഫ്ലവർ എടുത്ത് ചെറിയ പീസായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അടുത്തായിട്ട് നമ്മളിവിടെ അരിപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്, അതുപോലെ റവ എടുത്ത് വെച്ചിട്ടുണ്ട്. അടുത്തായിട്ട് മൈദ നമ്മളിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. കളർ നമ്മളിവിടെ റെഡ് കളറാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. പിന്നെ കായം, പിന്നെ ഉപ്പ് ആവശ്യത്തിന്, പിന്നെ കറിവേപ്പില ആവശ്യത്തിന് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ ആദ്യമായിട്ട് ഇവിടെ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ വെള്ളം ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ കോളിഫ്ലവർ എല്ലാം ഇട്ട് കൊടുക്കണം. നമുക്കിത് ഇളക്കി കൊടുക്കാം നല്ലോണം. അപ്പോൾ 2 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മുടെ ഈ കോളിഫ്ലവർ എല്ലാം കോരി ഒരു പാത്രത്തിലേക്ക് മാറ്റാം, ഒരു തിരുത്ത പാത്രത്തിലേക്ക്. ഫ്രണ്ട്സ്, അപ്പം നമുക്ക് ബജി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള മാവ് റെഡിയാക്കാം. അപ്പം അതിന് ആദ്യമായിട്ട് ഞാനിപ്പോൾ ഇവിടെ റവ ഇട്ട് കൊടുക്കുവാണ്. ഇനി ഇതിലേക്ക് അരിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കണം. അതുപോലെ മൈദയും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് തുള്ളി കായം ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നുള്ളി ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മൾ ആദ്യം ഇട്ട കുറച്ച് കുറവായിരുന്നു വെള്ളത്തിൽ, അതുകൊണ്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. നമ്മളിവിടെ ഓറഞ്ച് കളർ എടുത്ത് വെച്ചിട്ടുണ്ട്, അത് തുള്ളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം കുറേശ്ശെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ കുറേശ്ശെ വെള്ളം ചേർത്ത് കൊടുത്ത് ഇങ്ങനെ നല്ലോണം ഇളക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് തുടങ്ങാം. ആദ്യമായിട്ട് ഇവിടെ പാത്രം വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മളെ പാത്രം ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പം നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മളിപ്പോൾ ഇതിലേക്ക് ചേർത്തിരിക്കുന്നത് അരിപ്പൊടി, മൈദ, റവ, പിന്നെ കായം, ഉപ്പ് ആവശ്യത്തിന്, അതുപോലെ കളർ നമ്മൾ ആവശ്യത്തിന് ചേർത്തിട്ടുണ്ട്. പിന്നെ മുളക് പൊടിയും കൂടി ചേർത്തിട്ടുണ്ട്. നല്ലോണം മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ ഇതിലേക്ക് ഫോർക്ക് വെച്ചാണ് ഇതെടുക്കുന്നത്. നമ്മൾ ഒരു കോളിഫ്ലവർ ഇട്ട് നോക്കുകയാണ്. നമുക്കിത് ഓരോന്നായിട്ട് മൊത്തം ഇട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ ബജി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കിത് കോരാം.
ഫ്രണ്ട്സ്, നമ്മുടെ കോളിഫ്ലവർ ബജ്ജി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് നമ്മുടെ വെളുത്തുള്ളി ചതച്ചതും കറിവേപ്പിലയും കൂടെ ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുകയാണ് ബാക്കി എണ്ണയിൽ. നമ്മുടെ ഇതിവിടെ മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഫ്രണ്ട്സ്, നമ്മുടെ ബജ്ജി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഗാർണിഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എല്ലാവരും വീഡിയോ ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവരും വീഡിയോ ട്രൈ ചെയ്ത് നോക്കുക. അപ്പം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നതിനും വരെ കാർത്തിക് മച്ചാനോടൊപ്പം ഇറ്റ്സ് മീ അർച്ചന സൈനിങ് ഔട്ട്.